ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് ഡിംഗിൾ എന്ന ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇത് ശരിക്കും അയർലൻഡിലെ കൗണ്ടി കെറിയിലാണ് ഉള്ളത്. ആ വീഡിയോ ഞാൻ വളരെ പേടിച്ചെടുത്തൊരു വീഡിയോ ആണ്. കാരണം എനിക്കിങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യാനോ ഒന്നും തന്നെ അറിയില്ല. പക്ഷേ എനിക്ക് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ വന്നു നിന്ന് തന്നെ സംസാരിക്കണമെന്നെല്ലാം. പക്ഷേ ഞാൻ ഇനിയുള്ള എൻ്റെ വീഡിയോസിലെല്ലാം ട്രൈ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കെറിയിലോട്ടാണ്. കെറിയിലെ ഡിംഗിൾ എന്ന പ്ലേസിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് കോർക്കിൽ നിന്നായിരുന്നു. അപ്പോൾ കോർക്കിൽ നിന്ന് കെറിയിലേക്കുള്ള പോകുന്ന വഴികളുടെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിംഗിളിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇറങ്ങിയില്ല, ജസ്റ്റ് അവിടെ നിന്നുകൊണ്ട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം വീണ്ടും യാത്ര ആരംഭിക്കുകയായിരുന്നു. കാരണം ഞങ്ങളൊരു അക്വേറിയത്തിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 11:30 മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ഡിംഗിളിൽ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഡിംഗിൾ ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാം പോകാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ 11:30 മുമ്പായി തന്നെ അക്വേറിയത്തിലെത്തി. ഇതാണ് നമ്മുടെ അക്വേറിയത്തിൻ്റെ എൻട്രൻസ് ഏരിയ. ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് റിസപ്ഷൻ ഏരിയയിൽ ചെന്ന് ടിക്കറ്റ് എല്ലാം വെരിഫൈന് ശേഷം നമുക്ക് ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. 20 യൂറോ ആയിരുന്നു പെർ പേഴ്സൺ ടിക്കറ്റ്. ഞങ്ങൾ ഒരു 1 hour 15 minutes അക്വേറിയത്തിൽ തന്നെ സ്പെൻഡ് ചെയ്തു. ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ റിസപ്ഷനിസ്റ്റ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരു 12:15 ആകുമ്പോൾ അവർ ഓട്ടർ എന്ന ആനിമലിന് ഫീഡ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഫീഡിംഗ് ഏരിയയിലേക്ക് വരാം. അക്വേറിയത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഏകദേശം 12:15 ആകാറായപ്പോഴേക്കും ഞങ്ങളെല്ലാം ഫീഡിംഗ് ഏരിയയിലെത്തി. ഈ പുള്ളിക്കാരൻ ഇവിടുത്തെ ഒരു എംപ്ലോയി ആണ്. ആളുടെ കയ്യിൽ ഇരിക്കുന്നത് കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് ഫിഷുമാണ്. അക്വേറിയം എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ നിന്ന് ലഞ്ചും കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഡൺമോർ ഹെഡിലേക്കാണ്. ഡൺമോർ ഹെഡിൽ പോകുന്ന വഴിക്കുള്ള ഒരു ബീച്ചാണിത്. അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഈ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഡൺമോർ ഹെഡിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ഡൺമോർ ഹെഡ്. നല്ല അടിപൊളി ബീച്ചാണിത്. നമുക്ക് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഡൺമോർ ഹെഡ്. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും പിന്നെ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ക്യാപ്ചർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് അക്വേറിയത്തിൻ്റെ ആ സ്ഥലത്തേക്ക് തന്നെ വന്നു. കാരണം ഞങ്ങൾ 4 o'clock വൈൽഡ് അറ്റ്ലാന്റിക് വേ സീ സഫാരി ട്രിപ്പിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സീ സഫാരി ട്രിപ്പിന് വേണ്ടി നമ്മൾ ഓൾമോസ്റ്റ് 75 യൂറോ പെർ പേഴ്സൺ ആണ് സ്പെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിന് ഔട്ടർ കവറിംഗ് ആയിട്ട് അവരൊരു ജാക്കറ്റ്സ് തരും. ആ ജാക്കറ്റ് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്, എന്തോ ആലോചിച്ച്. എനിക്കൊരു ചെറിയ പേടിയുണ്ട്, അതുപോലെ തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പിന് പോകാൻ. കാരണം എനിക്ക് ഇച്ചിരി വെള്ളമൊക്കെ പേടിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പോയ ട്രിപ്പിലുള്ള ആൾക്കാരോട് ചോദിച്ചു സേഫ് ആണോ സെക്യൂർ ആണോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എല്ലാം ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന്. എനിക്ക് ബോട്ടിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പോഴത്തെ ആ തിരക്കിനിടയിൽ. എങ്ങനെയെങ്കിലും ബോട്ടിൽ ചാടി കയറുക, നടുക്കുള്ള ഒരു സീറ്റ് കണ്ടുപിടിക്കുക, അത്രേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. കാരണം എനിക്ക് സൈഡിൽ ഇരിക്കുന്നത് ഒരു ഇച്ചിരി ഭയമുള്ള കാര്യമാണ്. ഇവർ വല്ല ബോട്ട് ചെരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം ബോട്ടിൽ കയറുക, നടുക്കുള്ള ഏതെങ്കിലും സീറ്റിൽ കയറുക എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. ഈ സീ സഫാരി ട്രിപ്പിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ടൂർ ഗൈഡായിരുന്നു. അദ്ദേഹം നമ്മളെ ഓരോ പ്ലേസസിൽ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളും വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. ഇനി നമ്മുടെ യാത്ര ബ്ലാസ്ക്കറ്റ് ഐലൻഡിലേക്കാണ്. ഈ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ അൺഇൻഹാബിറ്റഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അതായത് ഇവിടെ പ്രത്യേകിച്ച് മനുഷ്യവാസം ഒന്നും തന്നെ ഇല്ല. ക്യാമ്പിങ്ങിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് വരികയും ഇവിടെ ടെൻറ്റ് ഇട്ട് താമസിക്കുകയും ചെയ്യാം.
ഈ കാണുന്നതാണ് ബ്ലാസ്ക്കറ്റ് ഐലൻഡ്. നിങ്ങൾ ആ വെള്ളത്തിൽ കാണുന്ന ആനിമലാണ് സീല്. കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് സീലുകൾ ആ വെള്ളത്തിൽ കൂടെ കളിക്കും. കുറേ പേര് ആ കരയിൽ തന്നെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങൾക്ക് കുറച്ച് നേരം ബോട്ട് നിർത്തി തന്നിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ള സമയമൊക്കെ തന്നു. ബ്ലാസ്ക്കറ്റ് ഐലൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഡോൾഫിൻസിനെ കാണാൻ വേണ്ടിയായിരുന്നു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഡോൾഫിൻസ് ചാടുന്നതും അതിൻ്റെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും എല്ലാമായിട്ട്. ഞാനൊരു ചെറിയ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോൾഫിൻ ചാടുന്നത്. ഞാനും എക്സൈറ്റഡ് ആയിരുന്നു ഫോട്ടോസും വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി. ഈ ഡിങ്കിൾ ബേ സീ സഫാരിയിൽ അവിടുത്തെ ഡോൾഫിൻസിനെ പോലെയും സീൽസിനെ പോലെയും കാണേണ്ട മറ്റൊന്നായിരുന്നു അവിടുത്തെ കേവ്സ് എല്ലാം. അവിടുത്തെ കേവ്സ് എല്ലാം കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഒരു പ്ലേസിൽ ചെന്നപ്പം ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ബിറ്റ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. So famine relief projects, simply put, were public projects like this. They were usually funded by the local landlord, where they hired a lot of local unskilled labourers. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.